രണ്ടാമത്തെ ദിവസം നമുക്കൊരു ഫോട്ടോയോട് കൂടി സ്റ്റാർട്ട് ചെയ്യാം. രാവിലത്തെ ഭക്ഷണവും മറ്റെല്ലാ കാര്യങ്ങളും കഴിഞ്ഞ് നമ്മൾ റൂം വെക്കേറ്റ് ചെയ്തിട്ടുണ്ട്. ജീപ്പിൽ സീറ്റ് കിട്ടാൻ വേണ്ടിയാണ് എല്ലാവരും ഇപ്പോൾ ഓടുന്നത്. എനിക്ക് ബാക്കിലാണ് സീറ്റ് കിട്ടിയത്. നമ്മളപ്പോൾ ട്രക്കിങ്ങിന് പോകണം. നമ്മൾ ട്രക്കിംഗ് സ്റ്റാർട്ട് ചെയ്ത് നമ്മളെങ്ങനെ പോണ അരി അറിയൂ? ഭ്രമരം വ്യൂ പോയിന്റ്. ബാക്ക് സീറ്റ് ആണെങ്കിലും പിന്നാലെ നിന്ന് എല്ലാം കാണാനും എൻജോയ് ചെയ്യാനും നല്ല രീതിക്ക് പറ്റുന്നുണ്ട്. നിങ്ങൾ ഈ സീൻ കണ്ടു നോക്കൂ. ശർക്കര ഫാക്ടറിയിലേക്കാണ് പോകുന്നത്. ശർക്കര ഫാക്ടറി ഞാൻ ആദ്യമായിട്ടാണ് നേരിട്ട് കാണുന്നത്. മുമ്പ് സിനിമയിൽ മാത്രം കണ്ടിട്ടുള്ളൂ. അവിടെ സാമ്പിൾ ഫ്രീ ആയിട്ട് കൊടുക്കുന്നുണ്ടായിരുന്നു. പക്ഷേ എല്ലാവരും സാമ്പിൾ കഴിച്ചു. ആകെ 1-2 പേര് മാത്രം മേടിച്ചിട്ടുള്ളൂ. അതിനുശേഷം തൊട്ടടുത്തുള്ള വാട്ടർഫോളിലേക്കാണ് നമ്മൾ പോകുന്നത്. ആ കാഴ്ച കാണാം. ഓഫ് റോഡ് ആയിട്ടാ ഇത് ഓഫ് റോഡ് അല്ല, ഇത് റോഡ് ഓഫ് ആയതാണ്. ഗൈസ് ഭയങ്കര അതികഠിനമായ അയ്യോ പറ്റോനെ. ഈ കൂടെ നടക്കുമ്പോ നമുക്ക് അവിടെ പോയി മൂത്ത് വയ്ക്കാം. നമ്മൾ സ്പോട്ടിലെത്തിയിട്ടുണ്ട്. പതുക്കെ പതുക്കെ ഒരു വാട്ടർഫോൾ, ചെറിയ വാട്ടർഫോൾ, ഒരു വാട്ടർഫോളാണ് ഗൈസ്. മടിയന്മാരൊക്കെ മുകളിലുണ്ട്. അയ്യാ ഇറങ്ങാൻ പറ്റില്ല, കെട്ടാൻ പറ്റൂല. മടിയില്ലാത്ത ആൾക്കാരൊക്കെ ഫോട്ടോ വീഡിയോ എടുക്കാം. ഗൈസ് ഇതാണ് വാട്ടർഫോൾ. ഇൻസ്റ്റയിൽ 2 പോസ്റ്റ് ഇടാൻ വേണ്ടിയിട്ടാണ്. കുറച്ച് റിസ്ക് ആണെങ്കിലും ഞാൻ അതിന് താഴെ പോയി നിന്നത്. നല്ല വഴുക്കലുണ്ടായിരുന്നു, ഭാഗ്യത്തിനൊന്നും പറ്റിയില്ല. ഇറങ്ങിയതിനേക്കാൾ ബുദ്ധിമുട്ടായിരുന്നു തിരിച്ച് മേലോട്ട് കയറുവാൻ. എങ്ങനെയോ കഷ്ടപ്പെട്ട് മേലെ എത്തി. ഇനി അടുത്തതായി നമ്മൾ പോകുന്നത് ഓഫ് റോഡ് യാത്രയാണ്. ഇനി അതിലോട്ട് പോകാം. ഓഫ് റോഡ് ആയതുകൊണ്ട് കൂടുതൽ വീഡിയോസ് എടുക്കാൻ പറ്റിയിട്ടില്ല. നമ്മൾ അടുത്ത സ്പോട്ടിൽ എത്തിയിട്ടുണ്ട്. അതിനു മുമ്പ് നമുക്കൊരു ചായ കുടിച്ചിട്ട് വരാം. ബാഗും മറ്റു കാര്യങ്ങളും ബസ്സിൽ വെച്ചതുകൊണ്ട് എനിക്കും കൂടെ വന്ന കുറച്ച് പേർക്കും വാട്ടർഫോളിൽ ഇറങ്ങാൻ പറ്റിയിട്ടില്ല. ഇറങ്ങുവാൻ വേണ്ടി എല്ലാവരും ഒരുപാട് നിർബന്ധിച്ചു. പക്ഷെ എന്ത് ചെയ്യാം, അവസ്ഥ അതായി പോയി. ഞാൻ ബസ്സിൽ നിന്ന് ഒരുപാട് വെറുപ്പിച്ചതിന്റെ പകരം പറ്റാണ് ഈ ചേട്ടൻ. മേലെ നിൽക്കുന്ന ചേട്ടന് ഞാൻ വീഡിയോ എടുത്ത് കൊടുക്കുകയാണ്. അടുത്തതായി ഞാൻ ആ ട്രീ ഹൗസിലേക്കാണ് പോകുന്നത്. കുറേ പേര് അത് നോക്കി നിൽക്കുന്നുണ്ട്. കുറച്ച് പേർ കയറാൻ റെഡിയായി നിൽക്കുന്നുണ്ട്. എന്നത്തെയും പോലെ ദൂരോട്ട് നോക്കിയുള്ള എൻ്റെ പോസ് ഞാൻ ചെയ്യുന്നുണ്ട്. എങ്ങനെയുണ്ട്? എൻ്റെ ആക്ടിങ് ഇഷ്ടമായോ? ക്ലൈംബിംഗ് എല്ലാം കഴിഞ്ഞു വന്ന ശേഷം ഇതാണ് എൻ്റെ പാൻറ്റിൻ്റെ അവസ്ഥ. അടുത്തതായി പോയ സ്പോട്ടാണ് ഭ്രമരം വ്യൂ പോയിന്റ്. ഇവിടെയാണ് ലാലേട്ടൻ ഭ്രമരത്തിൻ്റെ ക്ലൈമാക്സിൽ വണ്ടി ഓടിച്ചെന്ന് പറയുന്നു. പക്ഷെ എനിക്ക് കണ്ടിട്ട് തോന്നുന്നില്ല.
അവിടെയുള്ള കാഴ്ചകളെല്ലാം കണ്ട് നമ്മൾ വീണ്ടും തിരിച്ചിറങ്ങിയിട്ടുണ്ട്. വേറൊന്നിനുമല്ല, എല്ലാവർക്കും വിശന്ന് തുടങ്ങിയിട്ടുണ്ട്. ഇനി അടുത്ത് ഭക്ഷണം കഴിച്ചിട്ടാവാം. ട്രീ ഹൗസിൽ നിന്ന് നോട്ടീസ് ചെയ്ത സ്പോട്ടിലേക്കാണ് ഞാനിപ്പോൾ പോകുന്നത്. ഞാനും എൻ്റെ ക്യാമറമാനും മാത്രമാണ് ഈ സ്പോട്ടിലേക്ക് വന്നിട്ടുള്ളത്. മൊബൈലിൽ ചാർജ് തീർന്നതുകൊണ്ട് എല്ലാ സീൻസും ക്യാപ്ചർ ചെയ്യാൻ പറ്റിയിട്ടില്ല. എന്തായാലും ഫുഡ് കഴിച്ച് നമുക്ക് അടുത്ത സ്പോട്ടിലേക്ക് പോകാം. ഒരുപാട് സ്പോട്ടുകൾ ക്യാപ്ചർ ചെയ്യാൻ മിസ് ചെയ്തിട്ടുണ്ട്. ഇതാണ് അവസാനത്തെ സ്പോട്ട്. ഇത് ഏതോ ഒരു മലയുടെ മണ്ടയിൽ കൊണ്ടുപോയി നിർത്തിയിട്ടുള്ളത്. പഞ്ചപാണ്ഡവന്മാർ ഒളിച്ചിരുന്ന സ്ഥലം എന്നൊക്കെയാണ് പറയുന്നത്. എന്തായാലും നമുക്ക് കാണാം. എന്തായാലും നമ്മൾ ടോപ്പിലെത്തിയിട്ടുണ്ട്. നമുക്ക് അവിടെയുള്ള കാര്യങ്ങൾ ഇനി കാണാം. അടുത്തതായി നമ്മൾ ഡ്രോണിൽ വീഡിയോ എടുക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്യാണ്. ഇതോടുകൂടി നമ്മുടെ യാത്ര ഇവിടെ അവസാനിക്കുകയാണ്. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. സ്റ്റേ സ്ട്രോങ്.